ഒരുപാട് ഈ ഗ്രീൻ കാസ്റ്റ് എങ്ങനെ ഇടുക, ഗ്രീൻ കാസ്റ്റ് എങ്ങനെ ഇടുക എപ്പോഴും എന്നോട് ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് കാണാൻ വേണ്ടി എല്ലാവർക്കും ഇത് ഞാൻ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ പറയാം, ഇതിട്ടിട്ട് കാര്യമൊന്നുമില്ല. കാരണം മോണിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിടുമ്പോൾ മോണി ചിലർക്കാവുന്നില്ല, എന്നാൽ ഭാഗ്യം പോലെ ചിലർക്കാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളെ സ്വന്തം കണ്ടന്റ് തന്നെ ഇട്ടുകൊണ്ട് ചെയ്യുന്നുണ്ടോ? സവനാൻ്റെ വേറുള്ള കണ്ടന്റ് ഒന്നും ഇടുക, അതുപോലെ ചലിക്കുന്ന വീഡിയോസ് കയ്യിലിടുക, അങ്ങനെ ചെയ്ത് നോക്കട്ടെ. ചില അധികം ആൾക്കത് കിട്ടുന്നില്ല. പക്ഷേ എന്നാലും നമ്മളിത് എങ്ങനെ ഇടുക എന്നില്ല ചോദിക്കുമ്പോൾ അത് പറഞ്ഞു തരാമെന്നില്ലുള്ളൂ കേട്ടോ. ഞാനതിന് ഒരു ഇതൊന്നും തരൂല. കാരണം മോണി കിട്ടുക അങ്ങനത്തെ ഒരു ഉറപ്പൊന്നും ഞാൻ തരൂല. അപ്പോൾ എല്ലാവരും കൂടുതൽ നമ്മൾ ഇടാതിരിക്കുക. ഇടുന്നവർക്ക് നോക്കട്ടെ, ഒരു പരീക്ഷണമാണ്. ചിലവർക്ക് കിട്ടും, ചിലവർക്ക്. അപ്പോൾ ഇടുന്ന ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തം കണ്ടന്റിന് ഇടുന്നുണ്ടോ, അതേമാതിരി ചലിക്കുന്ന കണ്ടന്റ് ഇടാൻ നോക്കുക. അപ്പോൾ എന്നാലും കൂടുതൽ ഉറപ്പിക്കുന്നല്ല നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, വീഡിയോ കണ്ട് നോക്ക് എങ്ങനെയൊക്കെയാണെന്നില്ല കേട്ടോ. യൂട്യൂബ് ഓണാക്കുന്നു, ലൈവ് എടുക്കുന്നു. അപ്പോൾ നമ്മളിതാ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ആവശ്യം നമ്മൾ എന്താ ഇടണമെന്ന് വെച്ചാൽ അതെന്താ വെച്ചാൽ ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒന്നും എഴുതിയില്ല. അപ്പോൾ നമുക്ക് ആവശ്യം എന്താ വെച്ചാൽ അതാണ് എഴുതി കൊടുത്താൽ എന്നിട്ട് കുത്തുവിട്ടായിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് ബാക്കിലേക്ക് എടുക്കുക. നമുക്ക് എന്താ അവിടെ വെച്ചാൽ എന്തോ എഴുതി കൊടുക്കുക കേട്ടോ. നമ്മളെന്താണെന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് അധികം എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതേമാതിരി ബാക്കിക്ക് തന്നെ കിക്കിയിട്ട് ഇതാക്കണം. സ്ക്രീൻ കാസ്റ്റ് കാണുന്നുണ്ടോ? ഇത് നമ്മൾ ഓണാക്കി കൊടുക്കുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു, വീണ്ടും നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പിങ്ങി കാണുന്ന സാധനത്തുമ്പോൾ നിൽക്കുക. ചിലപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയാൽ നമ്മൾ എന്താ അത് അവിടെ യൂട്യൂബിൽ നിന്ന് അടിയിലുണ്ടാവും. അപ്പോൾ അടിയിൽ ഓണാക്കി കിടന്ന് പിന്നെ അവിടെ ബാക്കിൽ തന്നെ വന്നായിട്ടാണ് ചിലർക്ക് അങ്ങനെ വരും. അപ്പോൾ അതാ പിന്നെ നമ്മൾ തയ്യാറാകുമ്പോൾ നിൽക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഗാലറിയിൽ നിൽക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഗാലറിയിൽ ഒന്നുകൂടി നിൽക്കുക. നമുക്ക് ഏതാ അതിൽ സെലക്ട് ചെയ്തത്. ഞാൻ അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതാ സെലക്ട് ചെയ്യട്ടെ. ഞാൻ മുകളിൽ തകണ് ഈ ഗോ ലൈവ് എന്ന് ഇത് നിൽക്കുക. ഇത് നമ്മൾ നിൽക്കുക. അപ്പോൾ അത് സംഭവം ഇപ്പോൾ ഇത് ചലിക്കുന്നൊരു വീഡിയോസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ അതേമാതിരി സംഭവം ചെയ്യുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും കുറേയൊക്കെ അല്ലേ. അപ്പോൾ നമ്മളിത് ഒഴിവാക്കുക. ഇതിപ്പോൾ നമ്മൾ ഫോൺ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇതൊക്കെ ഇതുമ്മ അമർത്തുക. ഇതാക്കണം ഇതുമ്മ അമർത്തിയാൽ മതി കേട്ടോ. ഫോൺ വരികയാണെങ്കിൽ ഇതിങ്ങനെ അമർത്തുക, ഓണാക്കി കൊടുക്കുക. അതേമാതിരി മെസ്സേജ് ഓണാക്കണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അത് ഓണാക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ ന്യൂട്ടാക്കണമെങ്കിൽ ഇതുമ്മ ന്യൂട്ടാക്കുക കേട്ടോ. ന്യൂട്ടാക്കണമെങ്കിൽ ന്യൂട്ടാക്കുക. ഇതൊക്കെ അപ്പോൾ ക്യാമറ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളെ കാണണ്ടെന്നുണ്ടെങ്കിൽ ഇതുമ്മ ഓഫാക്കുക. അതൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളെന്ത് ചെയ്താൽ മതി, നമ്മളത് ഒഴിവാക്കണമെങ്കിൽ ഇത് നമ്മൾ ഒഴിവാക്കുകയും ചെയ്താൽ മേലതാ ഇങ്ങനെ ഒഴിവാക്കി നമ്മൾ സാധാ ഇതുമായി അങ്ങനെ ഒഴിവാക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും അപ്പോൾ നല്ല വീഡിയോസിന് വേണ്ടി അപ്പോൾ എല്ലാവർക്കും ഹായ് പറയുന്നു. അപ്പോൾ എല്ലാ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടനൊക്കെ അമർത്തി. ഇത് വേറെ ഇതായിട്ടുണ്ട് കേട്ടോ, വീഡിയോസ് ഉണ്ട്. ഇതല്ലാതെ വേറെ ഒന്നുകൂടി ഇതേമാതിരി ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോസിലേക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്ത് എല്ലാവരും ലൈക്ക് അടിക്കുക, എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവർക്കും പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എല്ലാവർക്കും ബൈ. ഓക്കെ, ഞാൻ ഫൈസൽ മണ്ണാർമല. ബൈ.